ചാളയാണ് കേട്ടോ അത്. ചാള ചാള ഇത് നെത്തോലിയാണ്. നെത്തോലി അത് ഓപ്പണാക്കി ചേച്ചി. അത് ഫിഷ് മുട്ടാണ്. ആ ചേച്ചി എത്ര വർഷമായി ഇവിടെ ഈ വർക്ക് തുടങ്ങിയിട്ട്? കൊറോണ കാലമായപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. നേരത്തെ പണ്ട് പോലെ ഉള്ളതാണ്. പിന്നെ ഇപ്പൊ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. കാര്യങ്ങൾ സ്പീഡ് നല്ലപോലെ നടക്കട്ടെ. ഒരു ബുദ്ധിമുട്ടില്ലാതെ അതാണ് നമുക്ക് ആവശ്യം. ഇത് മത്സ്യത്തിന്റെ വീടാട്ടത്. ആ വീട്ടിലുള്ള ഈ അമ്മച്ചൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അമ്മച്ചി എങ്ങനെയുണ്ട്? ഇത് കപ്പാണോ? ഞാൻ ഈ നാട്ടുകാരാണെന്ന് നോക്കാറ്. ഞാൻ കാലിക്കട്ടില്ല, കോഴിക്കോട്. കേട്ടോ ഫുഡ് അടിപൊളിയാണ്. എന്ത് മുട്ടാണ്? മീൻമുട്ടല്ലേ? മീന് പൊളിക്കൂട്ടോ ഇവിടെ. പൊളിക്കും. ഇത് വീടാണ്. ഇത് ഇവിടുത്തെ വരാലട്ടോ. അത് ഇത് മോദ എന്ന് പറയും. അല്ല ഐക്കോറ അല്ലേ? അല്ല അത് നമ്മളെ പിള്ളേരാട്ടോ. നമ്മളെല്ലാവരും ബേപ്പൂർ ടീമാട്ടോ. നമ്മളെ കകന പാർട്ടിയാണ്. നമ്മളെ പാർട്ടിയാട്ടോ. ഇക്കാത്ത സാധനങ്ങളാണ്. ഇത് ചേർത്തുള്ള മധുസ്വാട്ടിൻ്റെ കിച്ചണാട്ടോ. അത് കിച്ചണ് വീട് ഒക്കെ അവരെ ഫുഡ് കഴിക്കാൻ വീടാണിത്. മധുസ്വാട്ടിൻ്റെ വീട്ടിലാണ്. ഫുഡ് ചീർട്ടോ. അങ്ങനെ അത് ക്യൂ നിൽക്കും. ആൾക്കാർ ക്യൂ നിൽക്കും വന്ന്. മത്സ്യേട്ടൻ്റെ ഡീറ്റെയിൽ ആയിട്ടോ പറയണത്. മത്സ്യേട്ടൻ പറഞ്ഞോളി, പേടിക്കണ്ട. ചെറിയ ചാനലാണ്. അത് നിങ്ങൾ ശരിക്കും ബൂസ്റ്റ് ചെയ്ത്. ഇല്ല ആണ് സത്യം. എൻ്റെ ഇതെടുത്ത് എല്ലാവരും നോക്കണം. എൻ്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ആയിരിക്കും നമ്മുടെ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു 10 രൂപയുടെ ആഹാരം മേടിച്ച് കഴിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്. അത്രേ ഉള്ളൂ. നമ്മളത് ഞാൻ പറയില്ല, ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ 8 ദിവസം ലീവായിരുന്നു അവർക്ക്. അവര് ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ട് അവരും അതുപോലെ തന്നെ വർത്താനമായിരുന്നു. ഫുഡ് നല്ല ഫുഡ്, സൂപ്പർ ഫുഡ് നല്ല ഫുഡ് കേട്ടോ. പക്ഷെ ഇത് അമ്മയല്ല ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കും. അമ്മയ്ക്കൊന്ന് കഴിയില്ലെങ്കിൽ വൈഫ് ഉണ്ടാക്കും. പിന്നെ ഞാൻ എൻ്റെ മീമട്ടും കാര്യങ്ങളും ഞാനാണ്. ഞാൻ പുറത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ്. അവരെ പഠിപ്പിച്ച് ഇരുത്തണ്ടേ, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നടക്കില്ല. ഇപ്പൊ അരിയിട്ടോണ്ടിരിക്കരുത്. ഇങ്ങനെ ചെമ്പിൽ എപ്പോഴും ആയിട്ടോണ്ടിരിക്കും. വളരെ കുറവാ. കറി കൂടുമ്പോ ചോറിടും. ഞാൻ കറി ഗ്ലാസ് കൂടും, അപ്പൊ ചോറിടും. കറി ഗ്ലാസ് കൂടുമ്പോ ചോറിടും. അല്ല അങ്ങനെ ഞാൻ സംഭവിച്ചേ. ചോറ് കളയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇപ്പൊ ആ വേസ്റ്റ് ബോക്സ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പിടിച്ചോ എല്ലാരും അതേ കാണിക്കാം. നമ്മള് ചിലവരൊക്കെ ഭയങ്കര ഇത് കാണിക്കണം.
കൊണ്ടുവന്നിട്ട് കൈയിട്ട് കുറേ വെള്ളം അടിച്ചിട്ടൊക്കെ വരും. അത് എനിക്ക് കാണുന്നത് തന്നെ നമ്മളടിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ഫുഡിനെ ഏറ്റവും കൂടുതൽ ഫുഡിനെ റെസ്പെക്ട് കൊടുക്കണം. നമ്മളെക്കാട്ടി മുമ്പ് പഠിച്ച സാധനമാണ്, അതിനാണ് നമ്മൾ ജീവിക്കണത്. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡായിരുന്നു. നിങ്ങൾ എവിടെ സ്ഥലം? പത്തനംതിട്ട. ഞങ്ങൾ കാലിക്കറ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. അടിപൊളിയല്ലേ? ഞങ്ങൾ കാലിക്കറ്റല്ലേ. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു കമ്പനി ആവശ്യത്തിന് കണ്ട് വന്നതാണ്. ബേപ്പൂരുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് ഇവിടെ ആയി. ഓക്കെ, സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു.